വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ മത്സരഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാൺമാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ മത്സരഗ്രഹമല്ലോ. ആകയാൽ മനുഷ്യപുത്ര, നീ യാത്രക്കോപ്പ് ഒരുക്കി പകൽ സമയത്തോ അവർ കാണെ പുറപ്പെടുക. അവർ കാണെ നിന്റെ സ്ഥലം വിട്ടു മറ്റു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക. മത്സരഗ്രഹമെങ്കിലും, പക്ഷേ അവർ കണ്ടു ഗ്രഹിക്കുമായിരിക്കും. യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്തോ അവർ കാണെ പുറത്തു കൊണ്ടുവരേണം. വൈകുന്നേരത്തു അവർ കാണെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടേണം. അവർ കാണെ നീ മതിൽ കുത്തിത്തുരന്നു അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകണം. അവർ കാണെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടേണം. നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളേണം. ഞാൻ നിന്നെ യിസ്രായേൽ ഗൃഹത്തിനു ഒരു അടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. യാത്രക്കോപ്പ് പോലെ ഞാൻ എന്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു. വൈകുന്നേരത്ത് ഞാൻ എന്റെ കൈകൊണ്ടു മതിൽ കുത്തിത്തുരന്നു ഇരുട്ടത്തു അത് പുറത്തു കൊണ്ടുവന്നു. അവർ കാണെ തോളിൽ ചുമന്നു. എന്നാൽ രാവിലെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, മത്സരഗ്രഹമായ യിസ്രായേൽ ഗൃഹം നിന്നോട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ? ഈ അരുളപ്പാട് യെരൂശലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന യിസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളത് എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നീ അവരോട് പറക. ഞാൻ നിങ്ങൾക്ക് ഒരടയാളമാകുന്നുവെന്ന് നീ പറക. ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും. അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും. അവരുടെ ഇടയിലുള്ള പ്രഭു ഇരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും. അത് പുറത്തു കൊണ്ടുപോകേണ്ടതിനു അവർ മതിൽ കുത്തിത്തുരക്കും. കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും. ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും. അവൻ എന്റെ കണിയിൽ അകപ്പെടും. ഞാൻ അവനെ കൽദയരുടെ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും. എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ചു മരിക്കും. അവന്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ 4 ദിക്കിലേക്കും ചിതറിച്ചു കളയുകയും അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മ്ലേച്ഛതകളെയും വിവരിച്ചു പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ, ക്ഷാമം, മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയിലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത്, യെരൂശലേം നിവാസികളെയും യിസ്രായേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസം നിമിത്തം അതിന്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നതുകൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും. ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവുമായി തീരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഓർക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് യിസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ യിസ്രായേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിന്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നുവെന്നും അവരോട് പ്രസ്താവിക്കാം. യിസ്രായേൽ ഗൃഹത്തിൽ ഇനി മിഥ്യാദർശനവും വ്യാജപ്രശനവും ഉണ്ടാകയില്ല. യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും. അത് താമസിയാതെ നിവൃത്തിയാകും. മത്സരഗ്രഹമേ, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, യിസ്രായേൽ ഗൃഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.